ഈ കള്ളൻ എന്ന പേര് ചാർത്തിയത് കൊണ്ട് കുടുംബം നശിച്ചു. ഉൾക്കൊണ്ട സമൂഹം അവനെ വെറുത്തു. മതത്തിന് അവന് വേണ്ട, സഭയ്ക്കും സമൂഹത്തിനും അവൻ ഒറ്റപ്പെട്ടവനായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജയിലിൽ നിന്നിറങ്ങിയവൻ ഒരു ബിഷപ്പിന്റെ അരമനയിൽ പോയി താമസിക്കുന്നു. അവിടെ നിന്ന് 2 സിൽവർ കാൻഡിൽ സ്റ്റിക്കുമായി പുറത്തിറങ്ങി. ഉടനെ പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ച് ബിഷപ്പിന്റെ ഏരിയ തിരികെ കൊണ്ടുവന്നു. ബിഷപ്പിന്റെ ഏരിയ തിരികെ കൊണ്ടുവന്നപ്പം വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ് എന്ന നോവലിലെ മഹാനായ ബിഷപ്പ് അദ്ദേഹം പറഞ്ഞു, ജീൻ വാൽജീൻ ഇത് മോഷ്ടിച്ചിട്ടില്ല, ഞാൻ ഇത് കൊടുത്തതാണ്, ഞാൻ അവന് കൊടുത്തതാണ് ഈ 2 കാൻഡിൽ സ്റ്റിക്കുകൾ, മെഴുകുതിരിക്കാലുകൾ, വെള്ളി മെഴുകുതിരിക്കാലുകൾ. അപ്പൊ പോലീസുകാരൻ തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി, ഈ ജീൻ വാൽജീൻ, who is this man to you? ഈ മനുഷ്യൻ അങ്ങേക്കാരാണ്? മറുപടിയായ ബിഷപ്പ് പറഞ്ഞു, he is my brother. അവൻ എൻ്റെ അതാ സഭ, അതാണ് ക്രിസ്തീയ ജീവിതം. അതേസമയം ഇന്ന് സംവിധായകൻ ക്രിസ്ത്യാനിയാണെങ്കിലും ബലാത്സംഗമോ കൊലപാതകമോ പിടിച്ചുപറിയോ ഉണ്ടെങ്കിൽ അതിൽ അവതരിപ്പിക്കപ്പെടുന്നത് ബോധപൂർവം ഒരു അച്ഛനോ ആത്മീയ പ്രവർത്തകരോ ആയിരിക്കും. സംഘടിതമായി കരിവാരിത്തേക്കാനുള്ള ശ്രമം. അതാണ് ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളുടെയും സാഹിത്യ ലോകത്തിന്റെയും വെമ്പൽ എന്ന് പറയുന്നത് അതാണ്. എന്നാൽ സഹോദരങ്ങളെ, നസ്രായക്കാരൻ പഠിപ്പിച്ചത് സാഹോദര്യമാണ്. അതുകൊണ്ടാണ് കുഷ്ഠരോഗിയോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. ഉറക്കം വരുന്നുണ്ടോ? എന്നാ നേരെ ഇരിക്കുന്നു. കുഷ്ഠരോഗിയോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകുക. കനാനയക്കാരി മകളോട് അവളുടെ മകളുടെ സൗഖ്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് ഒത്തിരി സംവാദങ്ങൾ നടത്തി. ആ സംവാദങ്ങളുടെ ഇടയിൽ പറഞ്ഞു, വളരെ ക്രൂരമായ രീതിയിൽ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത്. പക്ഷേ ആ സ്ത്രീ പറഞ്ഞു, യജമാനനെ, നായ്ക്കുട്ടികളും. കഥ പറഞ്ഞത്, ഈ ഉപമ പറഞ്ഞത്, മാനസാന്തരമില്ലാത്ത, ബലഹീന മനുഷ്യരെ സ്നേഹിക്കാത്ത, സാഹോദര്യത്തിന്റെ വിലയറിയാത്ത യഹൂദ മത നേതൃത്വത്തെ അവരുടെ ആധ്യാത്മിക അന്ധതയെ കണ്ടുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ കഥ പറഞ്ഞത്. പക്ഷെ വ്യാഖ്യാനങ്ങളിലെല്ലാം കഥയുടെ തീവ്രത നിലനിൽക്കുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട വശം നിലനിൽക്കുന്നത് മുടിയൻ പുത്രൻ, ഇളയ മകൻ. പക്ഷെ ഇളയ മകനെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നു, കാര്യം അവൻ തിരിച്ചു വന്നു. എന്നാൽ കൂടെ താമസിക്കുന്ന എന്നെയും നിങ്ങളെയും പോലെയുള്ള ഭക്തരായ ക്രിസ്ത്യാനികൾ അപ്പന്റെ കൂടെ താമസിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അപ്പനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതാണ് സഹോദരങ്ങളെ ഇന്നത്തെ ആധ്യാത്മിക ജീവിതത്തിന്റെ പ്രശ്നം. ഇന്ന് നാം അനുഭവിക്കുന്ന ആത്മീക ദാരിദ്ര്യത്തിന്റെ അടിസ്ഥാന കാരണം അവിടെയാണ് നിലകൊള്ളുന്നത്. ഈ പരിഭവം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പരിഭവം എന്താണ്? നീ ഇതുവരെ എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല, കിട്ടാത്ത ആട്ടിൻകുട്ടി. അത് കാരണം സ്വസ്ഥതയില്ലാതെ ഞാനും നിങ്ങളും അതപ്പതിക്കുന്നു. അലക്സാണ്ട്രിയയിലെ പരിശുദ്ധനായ മർക്കൂറിലോസ്, അദ്ദേഹം